അച്ഛന് ഭയങ്കര സന്തോഷം. ഇത് കാത്തു വാങ്ങിച്ചതാ, ഇത് കാത്തു വാങ്ങിച്ചതാ, ഇത് കേൾക്കുമ്പോ അച്ഛൻ്റെ ഫ്രണ്ടിന്റെ അടുത്ത് പറയുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാ. അച്ഛനെക്കാളും സന്തോഷം എനിക്കാ. ഇപ്പൊ അമ്മയ്ക്ക് ഡയമണ്ടിന്റെ ഒരു കമ്മൽ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ചോദിക്കും, അമ്മയുടെ ഫ്രണ്ട് ഇതിപ്പോ മേടിച്ചതാണോ, കാത്തു എനിങ്ങനെ മേടിച്ചതാ, അങ്ങനെ പറയുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അമ്മ അവിടെ എന്ത് സന്തോഷിക്കുന്നുണ്ട് അല്ലേ. അമ്മയ്ക്ക് ഞാൻ അബുദാബിയിൽ ഞാൻ അമ്മയും കൊണ്ട് പോയി. ഞാൻ അമ്മയെ കൊണ്ട് ജ്വല്ലറി കയറിയപ്പോൾ ഞാൻ അമ്മയ്ക്ക് വള മേടിച്ചു കൊടുത്തു, ഡയമണ്ടിന്റെ കമ്മൽ മേടിച്ചു കൊടുത്തു, പിന്നെ റിങ് മേടിച്ചു കൊടുത്തു, മാല മാറ്റി മേടിച്ചു കൊടുത്തു. ഇതൊക്കെ അമ്മയ്ക്ക് വേണമെന്നൊന്നും പറയില്ല കേട്ടോ, ഇതുവരെ ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഇതുവരെ എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും ഇത് വേണം, എന്നെ കല്യാണം കഴിച്ചുവിടാൻ ഭയങ്കര ആഗ്രഹമാണ്, അല്ല ഇത് വേണം അത് വേണം എന്നെ അവിടെ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഒറ്റ ആഗ്രഹം പറഞ്ഞിട്ടുള്ളൂ എൻ്റെ അമ്മ, എൻ്റെ കല്യാണം കാണണമെന്നും അമ്മയ്ക്ക് ഫ്ലൈറ്റിൽ കയറണമെന്നും. അത് ഞാൻ ആഗ്രഹം സഹിച്ചു കൊടുത്തു. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ കൊണ്ടുപോയി സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു. ഭയങ്കര ഹാപ്പി ആയിരുന്നു അമ്മ. അതാണ് അത്രയും. അവരുടെ ആഗ്രഹം ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ കൂടെ യാത്ര ചെയ്യുക, എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, പിന്നെ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണണം. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇത്. അത് ഞാൻ സാധിച്ചു കൊടുക്കുന്നുണ്ട്. അവരുടെ വലിയ ആഗ്രഹം അനു പറഞ്ഞു, അനുവിന്റെ കല്യാണം എന്ന് പറയുന്നത്. അതെന്താ അനു സാധിച്ചു കൊടുക്കാത്ത? ചേച്ചി, കല്യാണം എന്നൊക്കെ പറയുന്നത് നിമിത്തമാണ്. അത് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒന്നാണോ? അല്ല. ദൈവം നമുക്ക് വിധിച്ചിട്ടുണ്ട് ഒന്ന്, അനുവിന്റെ കല്യാണം ഇന്ന സമയത്ത് ഈ സമയത്തൊക്കെയാണെന്നുള്ള ദൈവം വിധിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് പോയി ഒരു ചെക്കനെ കണ്ടുപിടിച്ചിട്ട് ആ ചെക്കൻ നമുക്ക് കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അതൊക്കെ അതിന് സമയമുണ്ട് ദാസ, ഞാൻ വെയിറ്റ് ചെയ്യും. നമുക്ക് അതൊക്കെ ഒരു വഴി കൂടെ പോട്ടെ. നമുക്ക് വേറൊരു വഴി കൂടെ കുറേ കാര്യങ്ങൾ വരികയാണ്. സിനിമ ചെയ്യണം, സിനിമയാണ് ഏറ്റവും വലിയ ആഗ്രഹം, എന്റെ ആഗ്രഹം. അനുവിനപ്പം അറേഞ്ച്ഡ് മാരേജ് ആണോ അതോ ലവ് മാരേജ് ആണോ? എന്തായിരിക്കും? ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല ചേച്ചി. അങ്ങനെ നല്ലൊരു മനുഷ്യനായിരിക്കണം. ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു മനുഷ്യനായിരിക്കണം, അത്രേ ഉള്ളൂ. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അയാൾക്ക് അതുണ്ടോ ഇതുണ്ടോ അങ്ങനെയാണോ ഇങ്ങനെ നല്ല സ്വഭാവം, റിച്ച് ആവണം, അയാൾ കളറോ അല്ലെങ്കിൽ അയാളുടെ ബോഡി ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം, ജിമ്മായിരിക്കണം എന്നല്ല, ഹെൽത്ത് നന്നിട്ട് നോക്കുന്ന ആളായിരിക്കണം. അതെനിക്ക് നിർബന്ധമാണ്. പിന്നെ നന്നായിട്ട് എന്നെ മനസ്സിലാക്കുന്നതും പിന്നെ നല്ല സ്വഭാവം ഉണ്ടായിരിക്കണം. ചീറ്റ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ കൂടെ നിൽക്കുക ലൈഫ് ലോങ്. ഞാൻ മരിക്കുന്നത് എൻ്റെ കൂടെ ഉണ്ടാവണം. എൻ്റെ അച്ഛനും അമ്മയാണോ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ എനിക്ക് ജീവിക്കണം. അപ്പൊ അച്ഛനും അമ്മയും വേറെ ഇങ്ങനെ അറേഞ്ച് മാരേജ് ഒക്കെ മാട്രിമോണിയിൽ അവരെനിക്ക് വിട്ടു തന്നിരിക്കുക. അവർക്ക് ഇപ്പൊ ഞാൻ അമ്മ 3 വർഷമാണ് എൻ്റെ കൂടെ ഈ ഇൻഡസ്ട്രിയിൽ എൻ്റെ കൂടെ വന്നത്. പിന്നെ ഞാനായിരുന്നു ഒറ്റയ്ക്ക് പോകുന്നതും വരുന്നതൊക്കെ. അപ്പൊ അവർക്ക് എന്നെ ഒരു വിശ്വാസമുണ്ട്, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ആലോചിച്ച് 1, 2, 3 തവണ ചിന്തിച്ചിട്ടേ ചെയ്യുള്ളൂ എന്ന്. അപ്പൊ ഒരാളെ ഞാൻ തിരഞ്ഞെടുത്താലും അവർക്കറിയാം നല്ലതോ ചീത്തയാണോ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇനിയിപ്പൊ അതും തെറ്റിപ്പോയാലും അത് വിധിയാണെന്ന് അവർ വിചാരിച്ചോളും. പിന്നെ അവർക്ക് ഒരാൾ വിധിച്ചിട്ടുണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനൊരു സമയമുണ്ട്, വെയിറ്റ് ചെയ്യാണ്. നമുക്ക് എപ്പോഴെങ്കിലും വന്ന് പെട്ടെന്നായിരിക്കും, അടുത്ത മാസമായിരിക്കും ഒരു ആലോചന വരുന്നത്, പെട്ടെന്നായിരിക്കും കല്യാണം. ഇതൊന്നും നമ്മൾ വിചാരിച്ചു വരുന്നതല്ലല്ലോ. എല്ലാം അതിന്റെ വഴിയിൽ നമുക്ക് തലയിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് വിധിച്ചതേ നടക്കുള്ളൂ. അത് ഇനി ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് ആണെങ്കിലും നമ്മൾ അതിനെ ഡെസ്റ്റിനി എന്ന് പറയും. അത് നമുക്ക് വിധിച്ചിരിക്കുന്നത് എന്താണോ നടക്കുള്ളൂ, അത് സംഭവിക്കുള്ളൂ. അതൊക്കെ നമുക്ക് വിധിയാണ്. ഇനി എത്ര ഞാൻ ഇനി എത്ര എന്നെ ഇപ്പൊ എല്ലാവരും പൊക്കി നിർത്തുകയാണെങ്കിലും ഒരു നിമിഷം മതി എന്നെ താഴെ ഇടാൻ വേണ്ടി, അതും വിധിയാണ്. അങ്ങനെ വരുള്ളൂ. എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കുക. അതെ, ശരിക്കും എല്ലാം വിധി തന്നെയാണ്. നമുക്ക് അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കും. നമുക്ക് എപ്പോഴും സന്തോഷം കിട്ടണമെന്നില്ല. എപ്പോഴും നമുക്ക് എപ്പോ വേണമെങ്കിൽ ദുഃഖം വരാം. നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിൽ വന്ന് ചേരുന്നത്. അതൊക്കെ നമ്മൾ സഹിച്ച് തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് ഒരു മനുഷ്യന്റെ എന്താ പറയണ്ട, ഒരു മനുഷ്യന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനല്ലേ വേണ്ട. എന്ത് കാര്യം വന്നാലും ഞാൻ അത് സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. ചെറുപ്പം മുതലേ ഇപ്പം അനു പറഞ്ഞു അച്ഛനെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല, അച്ഛനോട് ചോദിച്ചിട്ടില്ല, ഒന്നും ഡിമാൻഡ് ചോദിക്കാറുണ്ട്. കുഞ്ഞിലേക്ക് ചോദിക്കും എന്ന് പറഞ്ഞാൽ അച്ഛൻ 100 വേണം 1000 വേണം അങ്ങനെയൊന്നുമല്ല ചോദിക്കുന്നത്. അച്ഛന്റെ മേശപ്പുറത്തിരിക്കുന്ന ചില്ലറ പൈസയൊക്കെ ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അച്ഛനറിയാം എനിക്ക് വേണ്ടി ഇട്ടിരിക്കുന്നത് അച്ഛൻ. ഇപ്പോഴൊക്കെ അച്ഛൻ പറയുന്നത് എനിക്ക് കള്ളി അത് നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാ, എനിക്കറിയാം നീ എടുത്തോണ്ട് പോകുന്നതൊക്കെ. പിന്നെ ഞാൻ എന്ത് പൊട്ടനാണോ, എന്റെ മേശപ്പുറത്ത് 1000 രൂപ അല്ല 1000 10 രൂപ കിടക്കുമ്പോ നീ എടുത്തോണ്ട് പോകുമ്പോ എനിക്ക് ാണ് എന്റെ വിചാരം. അച്ഛനറിയാതൊക്കെ. എനിക്കറിയാം എൻ്റെ അച്ഛനും അമ്മയും എന്നെ എങ്ങനെയാണ് വളർത്തിയത്. എല്ലാ അച്ഛനമ്മമാരും മക്കളെ വളർത്തുന്നത് ഭയങ്കര കഷ്ടപ്പെട്ടാ. അപ്പൊ ഞാനെന്നൊരു വ്യക്തി മനസ്സിലാക്കുന്നു. എൻ്റെ അച്ഛൻ രാവിലെ പോകുന്നു. എൻ്റെ അച്ഛൻ ബിസിനസ് ആയിരുന്നു കരിപ്പെട്ടിയിലൊക്കെ. അപ്പൊ അച്ഛൻ
പോയി കഷ്ടപ്പെട്ടെടുത്തു, വേർത്ത് കുളിച്ചു വരുന്നു, പാവം. ഓഹ് എന്ത് കഷ്ടമല്ലേ. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കും, മനസ്സിലായി. അപ്പൊ ചിന്തിക്കുമ്പോ എനിക്ക് ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ ഇനി ജോലിക്ക് വിടാൻ പാടില്ല, ഇനി ഞാൻ ജോലി ചെയ്ത് കൊണ്ടു കൊടുക്കണം, ഒരാൺകുട്ടിയെ പോലെ ആയിരിക്കണം എന്നൊക്കെയാ. അപ്പൊ അന്ന് മുതലേ ഈ ആഗ്രഹം ഉള്ളിൽ കിടക്കുക. അതുകൊണ്ടാണ് ചേച്ചി പിള്ളേരെയൊക്കെ പഠിപ്പിക്കുമ്പോൾ ഞാനും കുഞ്ഞു മക്കളെയൊക്കെ വിളിച്ചിരുത്തി അങ്ങനെയൊക്കെ ചെയ്യുന്നതും. പിന്നെ സ്വന്തമായിട്ട് ഡ്രസ്സ് പോലും ഞാൻ സ്വന്തമായിട്ട് ഞാൻ വാങ്ങത്തില്ലായിരുന്നു കടയിൽ പോയി. ഈ ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് ഈ ഡയറക്ടറും ക്യാമറമാനും പറയും കളർഫുൾ ഡ്രസ്സ് വേണം, ഇന്ന ഡ്രസ്സ് വേണം, ആ ഡ്രസ്സ് വേണം, ഇത് വേണം. ഇതൊക്കെ നിങ്ങൾ കടയിൽ പോയി നോക്കുമ്പോൾ 1000, 1500 ആ ടൈമിൽ ഒരു 11 വർഷം മുന്നേ, പിന്നെ 800, ഇതൊക്കെ അവിടെ നിന്ന് കിട്ടുന്നത് 1000 ഒരു ദിവസത്തെ പൈസ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കേ, 10 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10,000 രൂപ കിട്ടി കഴിഞ്ഞാൽ ഡ്രസ്സിന് അങ്ങ് പോകുന്നു. പിന്നെ സ്വന്തമായിട്ട് ഇരുന്ന് ഞാൻ യൂട്യൂബിൽ കയറി സ്റ്റിച്ചിങ് പഠിച്ചു, തുണിയെടുത്ത് അതുപോലെ സ്റ്റിച്ച് ചെയ്താണ് ഞാൻ സ്റ്റാർ മാജിക്കിലിട്ട് മിക്ക ഡ്രസ്സും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടതാണ്. അത് അവിടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അറിയാം. ആണോ? ഞാൻ ഇടുന്ന ഡ്രസ്സെല്ലാം സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തത്. അത് ഞാൻ സന്തോഷമാണ് എനിക്കത്. കാരണം പൈസ വെറുതെ കളയാൻ വയ്യ എനിക്ക്. എന്തിനാ വെറുതെ ഡ്രസ്സ് കാശ് കൊടുത്ത് ഡ്രസ്സ് മേടിക്കുന്നത്, കളയുന്ന എന്തിനാ പൈസ കൊടുത്തിട്ട്. അപ്പൊ നമുക്ക് അതാണ് നമുക്ക് പറ്റാത്ത ഒന്നുമില്ല ചേച്ചി. സ്വന്തമായിട്ട് പല മോഡൽ, അപ്പൊ പല ആർട്ടിസ്റ്റുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട് എനിക്കും കൂടെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാവോ. പക്ഷെ എനിക്ക് പറ്റത്തില്ലത്, കാരണം എനിക്ക് എൻ്റെ അളവേ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കറണ്ടിലെ മെഷീനൊക്കെ എൻ്റെ കൊച്ചിച്ചും ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നു, അതിലൊക്കെ പഠിക്കും. എനിക്ക് കറണ്ടിലെ മെഷീനും പറ്റും, മറ്റതും പറ്റും. ഇപ്പൊ തയ്ക്കുന്നില്ല കേട്ടോ, ഇപ്പൊ സ്റ്റിച്ച് നമുക്ക് കൊളാവ് തരാൻ ആൾക്കാരുണ്ടല്ലോ. എന്നാ ഇപ്പൊ ഞാൻ അങ്ങനെ ഇഷ്ടമാണ് എനിക്ക് എല്ലാം.